ഹലോ ഫ്രണ്ട്സ്, യെസ് വി ക്യാൻ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ആനവണ്ടി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം KSRTCയുടെ ടിക്കറ്റുകൾ, പ്രത്യേകിച്ചും ദീർഘദൂര സർവീസുകളുടെ ടിക്കറ്റുകൾ KSRTCയുടെ സ്വന്തം മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമാകുന്ന ആ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതുപയോഗിച്ച് എങ്ങനെ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നാം പ്ലേ സ്റ്റോറിൽ ചെന്നതിന് ശേഷം അതിനകത്ത് എൻ്റെ KSRTC എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. എൻ്റെ KSRTC എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇങ്ങനൊരു വിൻഡോ വിസിബിൾ ആകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്കത് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. വളരെ ഈസി ആയിട്ടുള്ളതും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതുമായ ഒരു ലേഔട്ട് തന്നെയാണ് KSRTCയുടെ ഈ ആപ്ലിക്കേഷന് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ഗസ്റ്റ് ബുക്കിംഗ്, ക്യാൻസൽ ടിക്കറ്റ്സ്, PNR എൻക്വയറി, ലോഗിൻ, ഡിപ്പോസ് എൻക്വയറി, ടേംസ് ആൻഡ് കണ്ടീഷൻ എബൌട്ട് ആപ്പ്, ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ളത്. ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യണമെന്ന് തന്നെ ഇല്ല. ഗസ്റ്റ് ബുക്കിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കാണുന്ന ഈ 3 ലൈൻ മാർക്കിലുള്ള ഈ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണും. അത് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈസി ആയിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ന്യൂ മെമ്പർ നമ്മളിവിടെ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ന്യൂ മെമ്പർ എന്നുള്ള ഓപ്ഷനിൽ സൈൻ അപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ഓപ്ഷൻ വളരെ ഈസിയാണ്, വേറൊന്നുമില്ല. നമ്മുടെ മെയിൽ ID കൊടുക്കുക, നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക. ഓക്കെ, നമ്മൾ അങ്ങനെ നമ്മളുടെ മെയിൽ IDയും മൊബൈൽ നമ്പരും നമ്മുടെ ഫുൾ നെയിമും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ മെയിലിലേക്കും അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും ഒരു മെസ്സേജിലൂടെ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മെസ്സേജ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. മെസ്സേജിൽ നമുക്ക് ഇപ്രകാരം ഒരു ലിങ്ക് വന്നിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളുടെ മെയിൽ IDയിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജായിട്ടോ വന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോർട്ടലിൽ പോകുന്നതായിരിക്കും. ആ പോർട്ടലിൽ നമ്മൾ പോയതിന് ശേഷം നമുക്കിവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പാസ്വേഡിനകത്ത് ന്യൂമറിക്കലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ക്യാപിറ്റലും സ്മോൾ ലെറ്ററും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ പാസ്വേഡ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പാസ്വേഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി നമ്മുടെ ആപ്ലിക്കേഷനിൽ പുറകിൽ ചെന്നതിന് ശേഷം ഇവിടെ കാണുന്ന മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്നൊരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ യൂസർ നെയിം നമ്മുടെ മെയിൽ ID ആണ്. മെയിൽ ID ഇവിടെ കൊടുക്കാം. അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബുക്ക് ടിക്കറ്റ്സ് എന്ന ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ബുക്ക് ടിക്കറ്റ്സ് ഇവിടെ നമുക്ക് കാണുന്ന ലിവിങ് ഫ്രം ഗോയിങ് ടു, നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണെന്നുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ട്രിവാൻഡ്രം എന്ന് കൊടുക്കുന്നു. ട്രിവാൻഡ്രം ക്ലിക്ക് ചെയ്യുക. ദെൻ ഗോയിങ് ടു കൊച്ചി എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ ഡേറ്റ് നാളത്തെ ഡേറ്റ് കൊടുക്കുകയാണ്, 7th Wednesday. ഡേറ്റ് ഓഫ് റിട്ടേൺ 8th Wednesday. ഓക്കെ, നമുക്കിനി ചെക്ക് അവൈലബിലിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബസ്സുകളും അതിൻ്റെ നിരക്കുകളും സീറ്റ് അവൈലബിലിറ്റി ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മളപ്പോൾ ട്രിവാൻഡ്രം ടു എറണാകുളം ബസ്സുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഇത്രയും അധികം ബസ്സുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് ബസ് സർവീസ് ഉണ്ട് കേട്ടോ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തേക്ക്. ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ കോളത്തിലുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നമ്മൾ ബോർഡിംഗ് പോയിൻറ്റും അതുപോലെ ഡ്രോപ്പിംഗ് പോയിൻറ്റും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൺസെഷൻ നമ്മൾ ജനറൽ പാസഞ്ചറാണ്. ഒരുപക്ഷെ KSRTCയിലൊക്കെ വർക്ക് ചെയ്യുന്ന അതുപോലെ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ കൺസെഷൻ ഉള്ളവർക്ക് നമുക്കിവിടെ ഓപ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഷോ ലേഔട്ട്, നമുക്ക് സീറ്റിൻ്റെ ലേഔട്ട് നോക്കാം. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന സീറ്റുകളുടെ നിറം ബ്രൗണും ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ള സീറ്റുകളുടെ കളർ ബ്ലൂ ആയിട്ടും തൽക്കാൽ സീറ്റുകൾ ഗ്രീൻ ആയിട്ടും ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള സീറ്റുകൾ ബ്ലാക്കിഷ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലുമായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സീറ്റ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ബ്രൗണിൽ കാണുന്നത്. അതിനുശേഷം നമ്മൾ താഴെ വന്ന് മൊബൈൽ നമ്പറും ഇമെയിൽ IDയും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തതുകൊണ്ട് പ്രീസെറ്റായിട്ട് നമ്മുടെ മെയിൽ IDയും നമ്മുടെ മൊബൈൽ നമ്പറും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഗസ്റ്റ് ലോഗിൻ വഴിയാണ് നമ്മൾ അല്ലെങ്കിൽ ഗസ്റ്റ് ബുക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മെയിൽ IDയും നമ്മുടെ മൊബൈൽ നമ്പറും ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ജെൻഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. പേര് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ ഏജ് നമുക്കൊരു ഏജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിനുശേഷം കണ്ടിന്യൂ, ഇവിടെ കാണുന്ന കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റിൻ്റെയൊക്കെ ഉള്ള ഒരു വിൻഡോയിലായിട്ടാണ് വന്നത്. അതിന് മുമ്പായിട്ട് നമ്മളുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കൺഫേം ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ നമുക്ക് നമ്മുടെ ബുക്കിങ്ങിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എവിടെ നിന്ന് പോകുന്നു,
എവിടേക്ക് പോകുന്നു, ഏത് സമയം, അതെല്ലാം നമ്മളിവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ. അതിനുശേഷം പേയ്മെൻറ്റ് ഗേറ്റ്വേ. നമുക്കിതിനകത്ത് എല്ലാ മേജർ നെറ്റ് ബാങ്കിങ്ങും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും ഈ വാലറ്റുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഇതിൽ രണ്ടിലേതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ മോഡലായിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കി. ഇനി ഇതിനകത്ത് ക്യാൻസൽ ടിക്കറ്റ് ഓപ്ഷൻ ഉണ്ട്, PNR എൻക്വയറി ഉണ്ട്. അത് നമുക്ക് PNR എൻക്വയറി നോക്കിയതിന് ശേഷം നമ്മുടെ PNR നമ്പർ ടൈപ്പ് ചെയ്ത് മൊബൈൽ നമ്പറും കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് PNR ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ ക്യാൻസൽ ടിക്കറ്റും അങ്ങനെ തന്നെയാണ്. PNR നമ്പർ, ട്രാൻസാക്ഷൻ പാസ്വേഡ്, മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ടിക്കറ്റ് ക്യാൻസൽ ആവുന്നതാണ് സാധിക്കും. ലോഗൗട്ട്, കോൺടാക്റ്റസ്, അതുപോലെ നമ്മളുടെ ഡിപ്പോകളുടെ എൻക്വയറി, ഡിപ്പോകളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡിപ്പോസ് എൻക്വയറിക്കകത്ത് കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, നമ്മുടെ എല്ലാ ഡിപ്പോകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. മൊബൈൽ നമ്പറും എല്ലാം ഇതിനകത്തുണ്ട്. സോ ഇത്രയും ഓപ്ഷൻസാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. ആസ് യൂഷ്വൽ ഈ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്നും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തോടെ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ നിങ്ങൾ ദയവേത് എൻ്റെ ചാനലിലെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.